ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കൂടുതൽ ആളുകളും പ്രൈവറ്റ് ടൈമിൽ ഒറ്റയ്ക്കിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണ് ഇറോട്ടിക് ജോണറിലുള്ള സിനിമകൾ. ഇന്ന് നമ്മൾ 5 ഇറോട്ടിക് സിനിമകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം തന്നെ പറയുകയാണ്, ഇന്നത്തെ കണ്ടന്റ് തന്നെ 18+ ആയതുകൊണ്ട് പ്രായപൂർത്തിയായവർ മാത്രം വീഡിയോ മുൻപോട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇന്ന് പരിചയപ്പെടുന്ന ഈ സിനിമകൾ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ കാണുവാൻ സിനിമകളുടെ ലിങ്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നൽകുന്നുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചിത്രം ദ ഡ്രീമേഴ്സ്. 2003 പുറത്തു വന്ന ഒരു ഹോളിവുഡ് ഡ്രാമ ചിത്രമാണ് ദ ഡ്രീമേഴ്സ്. ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം എന്നത് അമേരിക്കയിൽ നിന്നും പാരീസിലേക്ക് എത്തുന്ന വിദ്യാർത്ഥിയായ മാത്യുവിന് പുതിയ സ്ഥലത്ത് ഇരട്ടകളായ തിയോ, ഇസബല്ല എന്നിങ്ങനെ 2 സുഹൃത്തുക്കളെ കിട്ടുന്നു. തുടർന്ന് അവർക്കിടയിൽ ഒരു ബന്ധം ഉടലെടുക്കുകയും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ദ ഡ്രീമേഴ്സിന്റെ കഥാപരിസരം. ഈ ചിത്രത്തിൽ ധാരാളം നഗ്നരംഗങ്ങളും സദാചാര വിരുദ്ധമായ സന്ദർഭങ്ങളും ഉള്ളതിനാൽ പ്രായപൂർത്തിയാകാത്തവരും സദാചാര സഹോദരങ്ങളും ഈ ഒരു സിനിമ കാണാതിരിക്കുക. ഇതൊരു ഇറോട്ടിക് മൂവി എന്നതിലുപരി 1960 കാലഘട്ടത്തിലെ മനുഷ്യരുടെ ചിന്താഗതിയെ പറ്റിയും രാഷ്ട്രീയ നിലപാടുകളെ പറ്റിയും ഒരുപാട് ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന സിനിമ കൂടിയാണ് ദ ഡ്രീമേഴ്സ്. രണ്ടാമത്തെ ചിത്രം ദ ഡ്യൂക്ക് ഓഫ് ബർഗണ്ടി. 2014 പുറത്തുവന്ന ഈ ഹോളിവുഡ് ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം എന്നത് ലൈംഗിക പങ്കാളികളുടെ ഇച്ഛകൾക്ക് അടിമയെ പോലെ നിന്ന് കൊടുക്കുന്നത് ആസ്വദിക്കുന്ന ചിലർ സമൂഹത്തിലുണ്ട്. അതിന്റെ വിവിധ തരങ്ങളാണ് ഈ ഒരു ചിത്രം അനാവരണം ചെയ്യുന്നത്. ചിത്രശലഭങ്ങളെ കുറിച്ച് പഠനം നടത്തുന്ന ആളാണ് മധ്യവയസ്കയായ സിന്ധിയ. ഇവരുടെ വീട്ടുജോലിക്കായി എവലിൻ എന്ന യുവതി എത്തുന്നു. കർക്കശക്കാരിയായ സിന്ധിയയ്ക്ക് എവലിന്റെ പല ജോലികളിലും പൊരുത്തക്കേട് തോന്നുകയും എവലിന് ലൈംഗികമായ ശിക്ഷകൾ നൽകുകയും ചെയ്യുന്നു. പിന്നീട് ഇവർക്കിടയിൽ ഒരു ബന്ധം ഉടലെടുത്ത് അതിന്റെ പ്രതീക്ഷിക്കാത്ത തലങ്ങളാണ് ഈ ഒരു സിനിമയിലൂടെ വെളിപ്പെടുത്തുന്നത്. മനോഹരമായ ഛായാഗ്രഹണത്തിലൂടെ ഒരു കവിത പോലെ അണിയിച്ചൊരുക്കി ഈ ഒരു ലെസ്ബിയൻ പ്രണയകാവ്യത്തിൽ നഗ്നതയുടെ അതിപ്രസരം ഉള്ളതിനാൽ നോക്കിയും കണ്ടുമൊക്കെ ഈ ഒരു സിനിമ കാണാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ചിത്രം ഹാമോൺ ഹാമോൺ. 1992 പുറത്തു വന്ന ഒരു സ്പാനിഷ് ഇറോട്ടിക് ചിത്രമാണ് ഹാമോൺ ഹാമോൺ. മാംസത്തിന്റെയും കാമത്തിന്റെയും കഥ എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ ടാഗ്ലൈൻ തന്നെ സൂചിപ്പിക്കുന്നത്. ധനികരും സ്വന്തമായി വലിയൊരു അണ്ടർവെയർ കമ്പനിയുമുള്ള ദമ്പതികളുടെ മകനാണ് ചിത്രത്തിലെ നായകനായ ലൂയിസ്. ലൂയിസിന് തന്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്ത ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുകയും അവളുമായി അടുത്ത് അവർക്കിടയിൽ ഒരു ബന്ധം വളർന്ന് അവൾ ഗർഭിണിയാവുകയും ചെയ്യുന്നു. തുടർന്ന് ലൂയിസ് ഈ വിവരം മാതാപിതാക്കളെ അറിയിച്ച് തങ്ങളുടെ വിവാഹം നടത്തിത്തരാൻ ആവശ്യപ്പെടുമ്പോൾ ഈ ബന്ധത്തിന് താല്പര്യമില്ലാത്ത ലൂയിസിന്റെ അമ്മ ഒരു തീരുമാനമെടുക്കുന്നു. തുടർന്ന് അങ്ങോട്ട് നടക്കുന്ന ലൈംഗിക ചേഷ്ടകളാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. നഗ്നതയുടെയും ഇറോട്ടിക് സീനുകളുടെയും ഒരു പീക്ക് ലെവലാണ് ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. പ്രായപൂർത്തിയായവരും പ്രായപൂർത്തിയാകാത്തവരും ഒരിക്കൽ കൂടി ചിന്തിച്ച ശേഷം മാത്രം ഈ ഒരു സിനിമ കാണാൻ ശ്രമിക്കുക. നാലാമത്തെ ചിത്രം ദ ഹൗസ് മെയ്ഡ്. 2010 പുറത്തു വന്ന ഒരു കൊറിയൻ ഇറോട്ടിക് ഡ്രാമ ചിത്രമാണ് ദ ഹൗസ് മെയ്ഡ്. ധനികനായ ഹോനിന്റെ വസതിയിലേക്ക് ഗർഭിണിയായ അയാളുടെ ഭാര്യയെയും കുട്ടികളെയും നോക്കുവാൻ പൊൻഇ എന്നൊരു സാധാരണ ജോലിക്കാരി എത്തുന്നു. ഭാര്യ ഗർഭിണിയായതുകൊണ്ട് തന്നെ കാമക്കേളികളിൽ പൂർണ്ണ സംതൃപ്തി ലഭിക്കാത്തതിനാൽ ഹോൻ വേലക്കാരിയിൽ അഭയം പ്രാപിക്കുകയും പിന്നീടുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. പൂർണ്ണമായും ഒരു ഇറോട്ടിക് സിനിമയാണെങ്കിൽ കൂടി നല്ലൊരു കഥയും തിരക്കഥയും ഇമോഷൻസും എല്ലാം അടങ്ങിയ മികച്ചൊരു സിനിമ കാഴ്ച ദ ഹൗസ് മെയ്ഡ് നിങ്ങൾക്ക് സമ്മാനിക്കും. അഞ്ചാമത്തെ ചിത്രം സെക്രട്ടറി. 2002 പുറത്തു വന്ന ഒരു ഹോളിവുഡ് കോമഡി ഇറോട്ടിക് മൂവിയാണ് സെക്രട്ടറി. ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഡിസ്ചാർജ് ആയ യുവതിയാണ് ലീ ഹോളോവേ. അവൾക്ക് ടൈപ്പ് റൈറ്റിംഗ് നന്നായി അറിയാം. തുടർന്നൊരു പത്രപരസ്യത്തിൽ സെക്രട്ടറിയെ ജോലിക്ക് ആവശ്യമുണ്ടെന്ന് കണ്ട് അവൾ അവിടെ ജോലിക്ക് പോകുന്നു. കർക്കശക്കാരനായ വക്കീൽ എഡ്വേർഡിന്റെ ഓഫീസിൽ എത്തിയതോടുകൂടി ലീ ഹോളോവേക്ക് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം. ഒരു ഇറോട്ടിക് സിനിമയാണെങ്കിൽ കൂടി സിനിമയുടെ കഥയ്ക്കും കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചിത്രം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അധികമായി ഇറോട്ടിക് സീനുകൾ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ സിനിമ കാണാതിരിക്കുക. പക്ഷേ അഡൾട്ട് കോമഡികൾ ഒരുപാടുള്ള ഈ ചിത്രം നല്ല എൻഗേജിംഗ് ആയി തന്നെ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ സിനിമകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ റിവ്യൂ പോയിന്റ് എന്ന നമ്മുടെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ മലയാളം സബ് ടൈറ്റിൽ ഉൾപ്പെടെ സിനിമയുടെ ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാകും. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.